ട്രാൻസ്ജെൻഡർ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് സത്യം പറഞ്ഞാൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. പെൺകുട്ടികളെ കാണുമ്പോൾ പ്രത്യേക അട്രാക്ഷനാണ്. കാരണം സെക്ഷൽ അട്രാക്ഷൻ എനിക്ക് വീട്ടിൽ ആരും ഇല്ലാത്തൊരു സമയത്ത് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാൻ സംഗീത എന്ന് പറയുന്ന ഈ ചേച്ചിയെ ഒരു 3-4 വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ ഹോട്ടൽ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഈ നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നം വന്നതുകൊണ്ട് പോസ് ചെയ്തുകൊണ്ട് ഫേമസ് ആവാം. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കലും സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഹായ്, നമസ്കാരം. വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശരണിൽ നിന്ന് സംഗീതയായി മാറിയ സംഗീത. വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. താങ്ക് യു. ശരണിൽ നിന്ന് സംഗീതയിലേക്കുണ്ടായ മാറ്റം അതെങ്ങനെയായിരുന്നു? ഞാൻ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12-13 വർഷത്തോളമായി. ചെറുപ്പം മുതലേ ഇങ്ങനെയായിരുന്നു, മൈൻഡ് ഇങ്ങനെയായിരുന്നു, പെണ്ണിൻ്റെ ഒരു മനസ്സായിരുന്നു എനിക്ക്. പക്ഷെ അത് എന്താ പറയുക, അത് ആരോടെങ്കിലും തുറന്ന് പറയാനോ അത് എക്സ്പോസ് ചെയ്യാനോ ഒന്നും എനിക്ക് അന്ന് ചെറുപ്പത്തിൽ സാധിച്ചിട്ടില്ല. 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ ആണ് മൈൻഡ് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. എന്തായിരുന്നു ആ ടൈമിൽ തോന്നിയത്? എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഡാൻസിനോടൊക്കെ ഭയങ്കര കമ്പമാണ്. ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ സ്ത്രീ വേഷത്തിൽ ഡ്രാമകൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അമ്മയുടെ സാരി ഉടുക്കാൻ, പെൺകുട്ടികളെ കാണുമ്പോൾ പ്രത്യേക അട്രാക്ഷനാണ്. കാരണം എന്താ പറയുക, ഒരുങ്ങി നടക്കുന്നത് ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് സെക്ഷൽ അട്രാക്ഷൻ എനിക്ക് പെൺകുട്ടികളോട് ഉണ്ടാവാറില്ല, ആൺകുട്ടികളോടാണ് എനിക്ക് തോന്നി തുടങ്ങിയത്. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ആദ്യമായി മനസ്സിലാക്കുന്നത് അന്നാണ്. ഇപ്പോൾ ഏജ് 34 ആവുന്നു. അപ്പം ശരിക്കും ഇപ്പോ ഒരു 5 വർഷമായിട്ട് ഈ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് വുമൻ, ട്രാൻസ്മെൻ എന്നൊക്കെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി സൊസൈറ്റി. പക്ഷെ ആ ഒരു ടൈമിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, ഒരുപാട് അവഗണനകളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പം 8th പഠിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുമ്പം വീട്ടുകാരൊക്കെ എന്തായിരുന്നു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന്? വീട്ടുകാരെങ്ങനെയാണ് ഇത് അറിഞ്ഞത്? വീട്ടുകാർക്ക് അങ്ങനെ എന്താ പറയുക, എൻ്റെ 22ാമത്തെ വയസ്സ് വരെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ള ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന്. ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ എൻ്റെ ചേഷ്ടകളോ അല്ലെങ്കിൽ എൻ്റെ നടത്തം രീതികളോ ഒന്നും അങ്ങനെ ഒരു ഫെമിനൻ്റ് ആയിട്ടുള്ള രീതികൾ വളരെ കുറവായിരുന്നു. പെട്ടെന്ന് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ 22ാമത്തെ വയസ്സിലാണ് ഞാനത് തുറന്നു പറയുന്നത്. അതും ഫേസ്ബുക്കിലൂടെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ് തുറന്നു പറയുന്നത്. ഐ ആം എ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ലൈൻ ഇട്ടുകൊണ്ട് ആണ് ഞാൻ തുറന്നു പറയുന്നത് സമൂഹത്തോട്. അതിന് കാരണക്കാരായത് സൂര്യ ഇഷാൻ എന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇൻസ്പിറേഷൻ നൽകിയൊരു വ്യക്തിയാണ് സൂര്യ ഇഷാൻ. അപ്പം ഞാൻ സൂര്യ അമ്മ എന്നാണ് വിളിക്കുന്നത്. സൂര്യ അമ്മ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു അമ്മ എന്നുള്ള സ്ഥാനത്ത് ഞാൻ കാണുന്നത് സൂര്യ ഇഷാനെയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ ആലപ്പുഴയിൽ ഒരു റിസോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അതിനടുത്ത ഒരു കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ഗസ്റ്റായിട്ട് വന്നതായിരുന്നു സൂര്യാമ്മ. പിന്നെ അന്ന് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള പ്രജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അവർ രണ്ടും കൂടെയാണ് വന്നത്. അങ്ങനെ ആദ്യമായി സൂര്യാമ്മയെ പരിചയപ്പെടുന്നു. സൂര്യാമ്മ തന്നൊരു ധൈര്യമാണ് എനിക്ക് മുമ്പോട്ട് എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായത്. ഇപ്പോൾ കൂടെയുള്ളവരോ ഫാമിലിയോ 22 വയസ്സ് വരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ പലരുടെയും കഥകളിൽ കേട്ടിട്ടുണ്ട്, ഈ ഒരു ടൈമിൽ നമ്മുടെ കൂടെ നടക്കുന്നവർ, ഇപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ചില റിലേറ്റീവ്സ് ആയിക്കോട്ടെ, പല രീതിയിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. അത് ഇപ്പൊ ചിലപ്പോൾ പുറമേ അവർ പറഞ്ഞില്ലെങ്കിലും ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് എനിക്കൊരു സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്നത്. അതെൻ്റെ നെയ്ബറായിട്ടുള്ളൊരു ചേട്ടനിൽ നിന്നാണ് എനിക്കുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് പുള്ളിയാണ് ആദ്യമായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി എന്നെ ആ സമയത്ത് അത് പക്ഷേ അങ്ങനെ ക്രൂരമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും അബ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഉണ്ടാകുന്ന എനിക്ക് അങ്ങനെയാണ്.
പിന്നെ വീട്ടുകാർ 22ാമത്തെ വയസ്സിൽ ഞാൻ ഡിക്ലെയർ ചെയ്ത ശേഷമാണ് വീട്ടുകാർ അറിയുന്നതും. അത് എൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് കസിൻസ് കാണുകയും അവർ വീട്ടിലേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അച്ഛനും അനിയനും അച്ഛൻ്റെ ബ്രദറും ഒക്കെ വന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതിനെ പറയാം. പിടിച്ചുകൊണ്ട് പോയി വീട്ടിൽ ഇതാക്കുകയായിരുന്നു ചെയ്തത്. വീട്ടിലിങ്ങനെ പുറത്തേക്ക് പോകാത്ത രീതിയിലാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഏതോ ഒരു സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തൊരു സമയത്ത് രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്ന ബാഗിൽ കുറച്ച് ഡ്രസ്സുമായിട്ട് ഞാൻ ശരിക്കും നാട് വിടുക, ഓടിപ്പോകാന്ന് പറയുന്ന പോലെ ആയിരുന്നു. അങ്ങനെ ഞാൻ രാത്രിയിൽ ഏതൊരു ട്രെയിൻ കയറി എറണാകുളത്ത് വന്നിട്ടുണ്ട്. എറണാകുളത്ത് എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തിൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ശേഷം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരെ പരിചയപ്പെട്ട് അങ്ങനെ അവരൊക്കെ തന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് മുമ്പോട്ട് ഇങ്ങനെ എൻ്റെ സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഇപ്പോ ചേച്ചി ആ ഒരു 22 വയസ്സ് വരെ ജീവിച്ച ജീവിതമാണോ ഇപ്പൊ ഈ ജീവിക്കുന്ന ജീവിതമാണോ, ഏതാണ് നല്ലതെന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഏത് അവസ്ഥയാണോ ആ അവസ്ഥയിൽ ഇപ്പം ജീവിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്. അന്ന് വരെ 22 വയസ്സ് വരെ ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി വെച്ച എല്ലാ എന്താ പറയുക സ്വപ്നങ്ങളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുന്നത് എനിക്ക് 22 വയസ്സിന് ശേഷമാണ്. ഈ ഒരു സ്ത്രീ രൂപത്തിലേക്കുള്ള മാറ്റത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സംഗീത എന്ന് പറയുന്ന ഈ ചേച്ചിയെ ഒരു 3-4-5 വർഷത്തോളമായിട്ട് എനിക്ക് ഫേസ്ബുക്ക് വഴി അറിയാവുന്നതാണ്. ഞാൻ ഇങ്ങനൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്തത് പോലും നമ്മൾ മറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ കുറ്റം പറയുമല്ല, പക്ഷെ ഞാൻ എന്നാണോ ചേച്ചീനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അന്ന് മുതലുള്ളൊരു ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ജെൻഡർ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് സത്യം പറഞ്ഞാൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ചേച്ചി ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷമായിട്ടും. വളരെ സന്തോഷം ഇങ്ങനെ കേട്ടതിൽ. ഞാൻ പൊതുവെ വളരെ ഇൻട്രോവേർട്ടിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലമൊക്കെ ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് തന്നെ. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇങ്ങനെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ആളുകളെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പോലെ ചെയ്യാനൊന്നും അങ്ങനെയുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിട്ടില്ല. അതിനിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പല ടൈപ്പിലുള്ള ഇപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ടവർ കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഫേമസ് ആവാം. അതിപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, ലേഡീസും പൊതുവെ ഇങ്ങനെ തന്നെയാണ്. എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേമസ് ആവാം എന്നൊരു ചിന്താഗതിയിൽ പലതും കാണിച്ചു കൂട്ടി സബ്സ്ക്രിപ്ഷൻ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ആരും ശ്രദ്ധിച്ചു പോലും കാണില്ല, ചേച്ചിയുടെ പേജിൽ ചേച്ചി സ്വന്തമായിട്ട് ഒരു AI സീരീസ് ചെയ്തായിരുന്നു. അതിന് വലിയൊരു ശ്രദ്ധ കിട്ടിയില്ല എന്ന് തോന്നി. അതിനിടെ ചെയ്തൊന്നല്ല ചെയ്യാനായിട്ട് ഇങ്ങനെ തുടക്കം കുറിച്ചൊന്ന് പറയാം. എനിക്ക് എൻ്റെ തന്നെ ലൈഫ് ഒരു സ്റ്റോറിയാക്കി മാറ്റിയിട്ട് അതൊരു സീരീസ് പോലെ ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എഡിറ്റിംഗ് വർക്കുകളോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. അത് എങ്ങനെയും ഒന്ന് മുമ്പോട്ട് ആരുടെയെങ്കിലും സഹായത്തോടൊക്കെ മുമ്പോട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഗീത ലക്ഷ്മി എന്നാണ് ചേച്ചിയുടെ ID വരുന്നത്. അപ്പൊ ആ IDയിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി അങ്ങനെ ഒരു തുടക്കം കുറിച്ച് വെച്ചത്. എനിക്കത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഇനി നമുക്ക് ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ നിലവിൽ ഞാൻ +2 കഴിഞ്ഞ ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹോട്ടൽ ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഈ നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നം വന്നതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടൽ അടച്ചു പൂട്ടുന്ന ഒരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പം ഞാനൊരു താൽക്കാലികമായിട്ടൊരു സുഹൃത്തിൻ്റെ വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്. വേറെ ജോലി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കലും സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതെ, ചേച്ചി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നൊന്നും
സെക്സ് വർക്കായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കൂടെ, അതല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് എന്നെ പോലുള്ളവരുടെ ജീവിത സാഹചര്യം അത് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് തന്നെ. നമ്മൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് ലൈഫ് ട്രാൻസിൻ്റെ ലൈഫിലുണ്ട്. അത് ഓരോരുത്തരും അവരവൻ്റെ രീതിയിൽ ജീവിക്കുന്നു. സാഹചര്യങ്ങളിൽ മനുഷ്യൻ മോശമായ രീതിയിലേക്ക് പോകുന്നു. അങ്ങനെ അധികമൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, മെഡിസിൻ വാങ്ങിക്കാൻ, ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മന്ത്ലി നമുക്കൊരു എമൗണ്ട് ആവും മെഡിസിൻ വാങ്ങിക്കാൻ തന്നെ. അത് പിന്നെ മറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റുകൾ, നമുക്ക് എന്തായാലും ജോലിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് താമസിക്കണം, വാടക വീട്ടാണെങ്കിൽ റെൻറ്റ് കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതൊരു അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കാതെ എന്തായാലും ചേച്ചി ഹോട്ടലിൽ ക്ലീനിങ് തുടങ്ങിയ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഞാൻ ചെയ്യാത്ത ജോലികൾ വളരെ ചുരുക്കമാണ്. ഹോട്ടൽ ഫീൽഡിലാണെങ്കിൽ പോലും എല്ലാ എന്താ പറയുക, പാത്രം കഴുകിയിലെ ക്ലീനിങ് മുതൽ എല്ലാ ജോലികളും ഏത് ഹോട്ടലിലാണെങ്കിലും അവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ക്യാഷിൽ ഇരുന്നിട്ടുണ്ട്, സപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ലീനിങ്, കുക്ക് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് തന്നെ. പക്ഷേ കുക്കിങ്ങിൽ എനിക്ക് അത്ര എക്സ്പീരിയൻസ് അധികം ഇല്ല, താനും ഹോട്ടൽ ഫീൽഡിൽ നിന്നിട്ട്. ഈ വീട്ടുകാരിപ്പോൾ എങ്ങനെയാണ് ചേച്ചിയുടെ അടുത്ത്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 സഹോദരന്മാരുണ്ട് എനിക്ക്. ഇപ്പോൾ ആദ്യമൊക്കെ വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് കാലമായിട്ടുള്ള എല്ലാവരും ഒന്ന് മിണ്ടാനോ അല്ലെങ്കിൽ അടുത്തില്ലെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും പൂർണ്ണമായിട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് 2 അനിയന്മാരാണ്. അതിൽ ഒരാൾ എന്നോട് മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. ഞാൻ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയം മുതൽ ഇന്ന് വരെ എന്നോട് മിണ്ടാനോ നേരിട്ട് കണ്ടാൽ പോലും എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനോ ഒന്നും കൂട്ടാക്കാത്ത ഒരു പ്രകൃതമാണ് അവൻ്റേത്. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്ത് ചെയ്യുന്നു അവരൊക്കെ? അവര് ട്വിൻസാണ്. ഇലക്ട്രീഷ്യൻ, പ്ലംബിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത്. അച്ഛനും അമ്മയും ഓൾറെഡി അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. ലീഗലി അല്ല എങ്കിൽ പോലും വർഷങ്ങളായിട്ട് അവർ പിരിഞ്ഞിരിക്കുകയാണ്. അച്ഛൻ്റെ ജോലി ചെയ്യുന്നു, അമ്മയുടെ ജോലി ചെയ്യുന്നു. മക്കൾ അവിടെ ഇവിടെ ആയിട്ട് മാറി നിൽക്കുന്നു. അപ്പം ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജീവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഈഗോ ക്ലാഷുകളിൽ ഇടയിൽ വളർന്നു വരുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എന്നെപ്പോലൊരു വ്യക്തിയും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ശരിയാ, അച്ഛനും അമ്മമാരുടെ ഈഗോ ക്ലാഷ് അതുകൊണ്ട് ഇല്ലാതാവുന്നത് പലപ്പോഴും. ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ മദ്യപാനിയാണ് അദ്ദേഹം. അപ്പോൾ അതാണ് മെയിൻ ഒരു പ്രധാന കാരണം. മദ്യപാനം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ലൈഫ് അവരുടെ അച്ഛനമ്മ സ്നേഹിച്ച് കെട്ടിയതാണെങ്കിൽ പോലും അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ആ ജീവിതം മുമ്പോട്ട് പോയേനെ. ഞങ്ങളുടെയൊക്കെ ഭാവിയൊക്കെ നല്ല രീതിയിൽ ആയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അച്ഛനാണോ അമ്മയാണോ കോണ്ടാക്ട് ചെയ്യാറുള്ളത്? നാട്ടിൽ പോകുമ്പോൾ അച്ഛനെ കാണാറുണ്ട്, പിന്നെ അമ്മയായിട്ടാണ് കൂടുതലും കോണ്ടാക്ട് ഉള്ളത്. അമ്മ എങ്ങനെ മകളായി എന്നത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു അമ്മ? എനിക്ക് വന്നൊരു 90% ഒക്കെ അമ്മ ഇങ്ങനെ അക്സെപ്റ്റ് ആണ്. കാരണം എൻ്റെ പിന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. എങ്കിലും അത്ര കംപ്ലീറ്റ്ലി ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ആയിട്ടില്ലേ. എങ്കിലും ഇപ്പോൾ അതിന് പഴയ പേര് തന്നെ വിളിക്കാറ്, സംഗീത എന്ന് തന്നെ വിളിക്കാറ് പോലെയില്ല. അതുകൊണ്ട് മോനെന്നോ എടാന്നൊക്കെ തന്നെ വിളിക്കാറുള്ളത്. ഇതിപ്പോ അച്ഛനായാലും എടാന്നും ആ പേരൊക്കെ തന്നെ വിളിക്കാറുള്ളത്. എന്താ ചേച്ചിക്ക് എന്താ ഇഷ്ടം? അവര് സംഗീതയെന്ന് വിളിക്കണം എന്നാണോ അതോ? എനിക്ക് മനസ്സിലുള്ള ആഗ്രഹം, മരിക്കുന്നതിന് മുമ്പ് അവരെന്നെ മോളെ എന്ന് വിളിക്കണം, എന്നെ മോളെ എന്ന് വിളിക്കണം എന്നുള്ളൊരു, അത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയുള്ള സുഹൃത്തുക്കളുണ്ടോ എപ്പോഴും? ഉണ്ട്. ക്ലാസ്മേറ്റ്, പണ്ട് ബാല്യകാല സുഹൃത്തുക്കൾ, എന്താ പറയുക, സ്കൂളിലൊക്കെ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അവരെങ്ങനെയാ? എൻ്റെ കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രധാനപ്പെട്ടും പറയാനുള്ളത്, പേരെടുത്ത് തന്നെ പറയാം,
ചിന്നു, സൂര്യ, ടിൻഡു, ടീന, അങ്ങനെ നാദിഷ, രഞ്ജിനി, അങ്ങനെ കുറെ പെൺകുട്ടികളാണ് എനിക്ക് സുഹൃത്തുക്കള്. പണ്ട് നമ്മള് കഞ്ഞിയും കൂട്ടാനും കളിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ കളികളൊക്കെ ആയിരുന്നു പണ്ട് കൂടുതലും. ഞാനും കൂടുതലും പെൺകുട്ടികളുടേതായിട്ടുള്ള കളികൾ, കല്ലുകൊത്തുക, അല്ലെങ്കിൽ കക്ക് കളി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കളികളായിരുന്നു കൂടുതലും. പിന്നെ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ്, പാട്ട്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അതിലൊക്കെയാണ് കൂടുതലും. കലാപരമായ കാര്യങ്ങളിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. സ്പോർട്സിലൊന്നും അങ്ങനെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് പണ്ട് പോലെ ഇല്ല. കാരണം ആൺകുട്ടികളൊക്കെ അപ്പുറത്ത് എൻ്റെ അവിടെ പഠിക്കുന്നവരാണെങ്കിലും അറിയാവുന്നവരൊക്കെ ആണെങ്കിലും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോകുമ്പോൾ ഞാൻ ആ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല. ഞാനിവിടെ പെൺകുട്ടികളുമായിട്ട് ഒതുങ്ങിയിരുന്നുള്ള കളികളൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് പേരെന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ല് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോ അഭിനയം, ഇതിനോട് കലാപരമായിട്ടുള്ള എല്ലാത്തിനോടും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അഭിനയത്തിന് വേണ്ടിയിട്ടോ ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് പേര് സിനിമയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നിനും വേണ്ടി ട്രൈ ചെയ്തിട്ടില്ലേ? ഞാൻ 1-2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത്ര റീച്ച് ആയില്ലെങ്കിലും അത്യാവശ്യം ആ സമയത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള ആണ്. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മികച്ച 2ാമത്തെ ഫിലിമിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഡയറക്ടർക്കും മികച്ച ആക്ടറിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും ആ ഒരു സൗഹൃദ ബന്ധം മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞ് ഞാനൊരു നല്ല രീതിയിൽ ആകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരാളാണ് അതിൻ്റെ ഡയറക്ടർ. അവൻ്റെ പേര് സജിത്ത് എന്നാണ്, സജിത് ദേവസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ എന്താ പറയുക, അവൻ്റെ ഷോർട്ട് ഫിലിമിലാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. അതൊരു ട്രാൻസ് ആയിട്ട് തന്നെ അഭിനയിക്കുന്നത്. അങ്ങനെ അതിൽ അഭിനയിച്ചു. പിന്നെ 1-2 ഷോർട്ട് ഫിലിംസിലൊക്കെ മറ്റുള്ളവർക്കും ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഒരെണ്ണം ഓൾറെഡി ഇറങ്ങിയായിരുന്നു. ഇപ്പോ താമസിക്കുന്നത് ഇപ്പൊ വരാപ്പുഴയിലാണ് നിൽക്കുന്നത്. വരാപ്പുഴ എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് പുരോഗമനമൊന്നും വന്നിട്ടില്ലാത്തൊരു ഏരിയ ആണ്. നമ്മളും ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ളവരാണ്. അപ്പം ഇപ്പൊ ഈ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അതിലേക്ക് എന്തായാലും നടന്നൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്? ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഇൻട്രോവേർട്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. അധികം പുറത്തിറങ്ങാറില്ലെന്നുള്ള സത്യം. നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ ഈ ഊബർ കണക്ട് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെ ഫ്രണ്ടിന് വണ്ടിയുണ്ട്, അവളുടെ വണ്ടിയിൽ കയറി പോവുക, അവളുടെ കൂടെ പോവുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ പുറത്തേക്ക് അധികം ഇറങ്ങി നടക്കാനൊന്നും എനിക്ക് അത്ര ഇതില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതൊന്നും മാറി ചിന്തിക്കേണ്ട സമയമായില്ല. എങ്കിൽ പോലും എനിക്ക് എന്തോ ഇങ്ങനെ ആയതുകൊണ്ടാണോ അതോ പൊതുവെ അങ്ങനെയാണോ? പൊതുവെ ഞാൻ അങ്ങനെ ആയിരുന്നു. അധികം പുറത്തേക്ക് ഇറങ്ങി നടക്കാനും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയത് ലൈഫിൽ. ഇപ്പോൾ കമ്മ്യൂണിറ്റി സംബന്ധമായിട്ടും അധികം ആക്റ്റീവ് അല്ല ആയിരുന്നു. ഒരു കാലത്ത് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കും. കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെയൊക്കെ കുറേ നടന്നിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും വലിയ ജീവിതത്തിൽ അതിൽ നിന്നും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്തത് കാരണം ഞാൻ സ്വയം ഒഴിഞ്ഞ് മാറുക ചെയ്തത്. എൻ്റെതായ ഒരു ഒതുങ്ങിയ ലൈഫിലേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴാണ് നിങ്ങളുടെ കുറെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഋതുമതിയാവും, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഒരുപാട് ചടങ്ങുകളുടെ പേര് ജൽസ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ശരിക്കും അതൊരു ഹിജഡ കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. അത് തമിഴ്നാട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ജൽസ എന്ന് പറഞ്ഞ ചടങ്ങാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ മനസ്സിലെ ആഗ്രഹം കൊണ്ട് സ്ത്രീയായി മാറുക, നമ്മളുടെ സർജറി ചെയ്യുക, അതായത് അണ്ടർ സർജറി ചെയ്ത ശേഷം സ്ത്രീയായി മാറുക, നമ്മുടെ മനസ്സ് പോലെ ശരീരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഇതാണ്. അതാണ് ജൽസ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് തോന്നുന്ന കമ്മ്യൂണിറ്റിക്കിടയിൽ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് ഒരു ട്രാൻസിന്റെ ലൈഫിൽ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദയാഗായത്രിയൊക്കെ എന്തോ താലി കെട്ടിയിട്ട് അതെന്തുവാണെന്ന് മനസ്സിലായി. തമിഴ്നാട്ടിലെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൂവാകം ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമാണ് ആഘോഷമാണ്. അപ്പം അവിടെ ഈ ശരിക്കും കറക്റ്റായിട്ട് എനിക്ക് അവിടുത്തെ ആചാരങ്ങൾ അറിയില്ല. അവിടെ അറവാണി എന്നുള്ളൊരു അങ്ങനെ എന്തോ ഒരു ആളെയാണ് പൂജിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആചാരപ്രകാരം അന്ന് ഒരു ദിവസത്തെ കല്യാണം അങ്ങനെയാണ്. കല്യാണം കഴിക്കുക, പിറ്റേ ദിവസം
പാല് പൊട്ടിച്ച് കളയുക, എന്നിട്ട് കരയുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. എനിക്ക് പക്ഷെ അവിടുന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒക്കെ കാണുമ്പോഴത്തേക്ക്. പിന്നെ ഈ വിളക്കെടുക്കാൻ പോവാ, ചാമയ വിളക്ക് എടുത്തായിരുന്നോ? ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്, ഒരു 3 വർഷം എടുത്തായിരുന്നു. പിന്നെ പോയിട്ടില്ല, കൊറോണയ്ക്ക് ശേഷം ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഇത്തവണയും പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ഇപ്പൊ ശരിക്കും ഇപ്പം ചേച്ചിയുടെ FB പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോ എപ്പോഴും ഭയങ്കര ലോൺലിനെസ്, ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെടൽ, അത്തരത്തിലുള്ളതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ആയി പോയത് കൊണ്ട് എനിക്ക് ആരും ഇല്ലാതായി, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇപ്പൊ അങ്ങനെ ചിന്തയൊന്നുമില്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒറ്റപ്പെടൽ എപ്പോഴും എല്ലാ മനുഷ്യനും ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ ഓരോ എന്താ പറയുക, ആളുകളുമായിട്ടുള്ള ഇടപെടലും ജീവിത സാഹചര്യങ്ങളും കൊണ്ടാണ് നമുക്കെല്ലാവരും ഉണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസം. എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. അത് കുറച്ചുകൂടെ ഓവറാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആയതിൽ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? ചില സമയത്ത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഒട്ടും ഓക്കെ അല്ലാത്തൊരു സമയം ഉണ്ടാകുമ്പോൾ ചില സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഇപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണ്ടേ? ഇപ്പോൾ ട്രാൻസ് ആയാലും ഒത്തിരി പേര് മാരേജ് ചെയ്യുന്നുണ്ട്. ആ മാരേജ് എന്ന കൺസെപ്റ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ അതോ എന്തെങ്കിലും? മാരേജിനോടൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ലൈഫ് അങ്ങനെ സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി. അത് ഇങ്ങനെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത്? ബ്രേക്കപ്പ് ചിലപ്പോൾ അത് അവരുടെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവർ പോകുന്നു. എന്താ പറയുക, നമ്മളെ കൊണ്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അത് ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി ആണെങ്കിലും നമ്മളെ മാക്സിമം യൂസ് ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതലും എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. അപ്പം അത് കഴിയുമ്പോൾ അവരുടെ എന്താ പറയുക, എല്ലാ സുഖങ്ങളും കഴിയുമ്പോൾ അവരങ്ങ് പോവും. അങ്ങനെയാണ് കൂടുതൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ വേണം, കല്യാണം അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി, ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ അഫയർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് ട്രാൻസ് ആണോ അതോ? അല്ലല്ല, സാധാരണ ഒരു പുരുഷനായിരുന്നു. ഒരു റിലേഷനേ ഉണ്ടായിട്ടുള്ളൂ? അല്ല, 3 റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമുക്ക് പ്രണയം എന്ന് പറയാം, പ്രണയത്തിന് ഒരു അന്തമില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു പകുതിയാകുമ്പോൾ അത് എന്താ പറയാ, ഇല്ലാതായി തീരുന്ന അവസ്ഥയാണ്. 3 റിലേഷനിലും അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങോട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇല്ല, എല്ലാം ഇങ്ങോട്ട് തന്നെ വന്നതാണ്. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പോ ഞാനൊരു പെണ്ണാണ്, അപ്പം എനിക്കായാൽ പോലും നമ്മൾ പെണ്ണുങ്ങൾക്കിടയിൽ പോലും നമ്മളെ വന്ന് പറ്റിച്ചുകൊണ്ട് പോകുന്നു, ഒത്തിരി ബ്രേക്കപ്പ് കാര്യങ്ങള് ഇതുപോലെയൊക്കെ തന്നെ. ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ നീഡ്, അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറ്റിക്കും. അതല്ലെങ്കിൽ ഫിസിക്കൽ നീഡ് മാത്രമായിരിക്കും കൂടുതലും കണ്ടുവരുന്നത്, അതാണ്. അപ്പോ അങ്ങനെ പറ്റിച്ചുകൊണ്ട് പോവല് ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് മാത്രമല്ല, അതല്ലാതെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അവർ വന്നത് ഇപ്പൊ നമുക്ക് തോന്നില്ലേ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയം നമുക്ക് ശപിക്കാൻ തോന്നില്ല, വിഷമം തോന്നില്ല, കാരണം ആ ഉണ്ടായിരുന്ന അത്രയും സമയം എന്നെ അത്രയും ഭംഗിയായി സ്നേഹിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ആയിരുന്നോ, അതല്ല ഞാൻ ഇങ്ങനൊരു വ്യക്തിയാണ് അത് മാത്രം, അല്ലെങ്കിൽ ഒരു കൂടുതലും ഫിസിക്കൽ നീഡ് കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് പലരും കടന്നു വരാറുള്ളത്. മണി എന്ന് പറയുന്നത് സെക്കൻഡറിയാ ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും. അപ്പോൾ അങ്ങനെ വന്നിട്ട് പറ്റിക്കാൻ വേണ്ടി മാത്രം വന്നു എന്ന് തോന്നിയ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? അത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. അത് ഫസ്റ്റ് റിലേഷനാണ്. അത് 22ാമത്തെ വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു റിലേഷനാണ്. അത് ഞങ്ങൾ തമ്മിൽ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല, ഫോണിൽ കൂടെ മാത്രമുള്ളൊരു റിലേഷനായിട്ടത്. അതും ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ തരും, കുറേ നമുക്ക് തോന്നും കുറേ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെയാണ് കൂടുതലും. കെയർ ചെയ്യുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, എല്ലാം സത്യസന്ധമായ രീതിയിൽ നല്ലൊരു
പെർഫെക്റ്റ് ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ അയാൾ നമ്മളോട് പെരുമാറുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം നമ്മളതിലങ്ങ് വീഴുക. ആ കെയറിങ്ങിൽ ഇതോ, കാരണം നമുക്കാരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു കെയറിങ്ങും ആ ഒരു സത്യസന്ധതയൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് വീണ് പോകും. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതൊരു 3 വർഷം എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലാത്തൊരു സമയത്ത് പോലും 3 വർഷം ഫോണിൽ കൂടെ മാത്രം ഉള്ളൊരു റിലേഷനായിരുന്നു അത്. നേരിട്ട് കണ്ടിട്ടില്ല. അവസാന സമയം കാണുന്ന ഒരു അവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും ആളുടെ തനി സ്വരൂപം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അറിഞ്ഞു അയാള് മറ്റെന്നെ പോലെ ഒരുപാട് ട്രാൻസുകൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നു. ഫിനാൻഷ്യലി എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, അവളെ വരെ ഫിനാൻഷ്യലി യൂസ് ചെയ്തു, ഫിസിക്കലി എന്താ പറയുക ക്രൂവലായിട്ട് പെരുമാറി, അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ എന്തുകൊണ്ടോ അതിൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള ആശ്വാസം ഇപ്പം തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ചില പുരുഷന്മാർ ട്രാൻസിനെ തന്നെ നോക്കി വരും എന്ന് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കാനല്ല, സെക്ഷുവലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടോ ശരിക്കും? അങ്ങനെയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പുരുഷന്മാരും ഉണ്ട്. അവരെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു രീതി അതുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി പെട്ടവർ ഇപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ എറണാകുളത്ത് ഇപ്പം ഞാൻ പോലും കണ്ടിട്ടുണ്ട് പാലത്തിനടിയിലും അവിടെയെല്ലാം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവരോട് എന്താണ് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്? എനിക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ്റെ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഏറ്റവും മോശം തൊഴിൽ ചെയ്യാനോ മോശം അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എങ്ങനെയൊക്കെയാലും ജനിച്ചു പോയി ജീവിച്ചല്ലേ പറ്റൂ. നമുക്ക് ആഹാരം കഴിക്കണം, മറ്റ് നമ്മുടെ ചിലവുകൾ കഴിയണം. അതിനൊക്കെ നമ്മൾ ജോലി കിട്ടാത്ത സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം പല ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നുണ്ട്, ഒരുപാട് തൊഴിൽ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ആ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു ഇതുമില്ല, അടിസ്ഥാനമില്ല. എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നു ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ജോലി കിട്ടാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ മുമ്പോട്ട് പിന്നെ എന്ത് ചെയ്യും? ആ ഒരു ചോദ്യചിഹ്നമായിട്ട് എല്ലാ കമ്മ്യൂണിറ്റിക്ക് മുമ്പിൽ നിൽക്കുന്നൊരു ചോദ്യമാണത്. അപ്പം അവർക്ക് ജീവിക്കാൻ പൈസ വേണമെങ്കിൽ നമ്മൾ ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ പോയേ പറ്റും. വേറെ ഒരു വഴികളും ഇല്ല നമുക്ക് മുമ്പിൽ. അല്ലെങ്കിൽ ഭിക്ഷ അടയ്ക്കേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് ഭിക്ഷാടനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ബസ്തിക്ക് പോവുക എന്ന് പറയും, അത് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. കടകളിൽ നിന്നാണെങ്കിൽ ഇപ്പം തന്നെ ട്രെയിനുകളിലൊക്കെ നമുക്ക് വീഡിയോസൊക്കെ ഒരുപാട് കാണാം. ട്രെയിനുകളിലൊക്കെ ആളുകൾ പോയി വാങ്ങിക്കുന്നത്, അതൊക്കെ ഇപ്പം എന്താ പറയുക ഭയങ്കര പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കേരളത്തിൽ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അവർക്ക് പറ്റുന്ന മാർഗം നൈറ്റ് റോഡിൽ പോയി സെക്സ് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഗ്യാസിന്റെ ഒരു പ്രശ്നം, അതായത് നമ്മളെ ചേച്ചിയുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാരണം കൊണ്ടല്ല ചേച്ചിയുടെ ജോലി നഷ്ടപ്പെട്ടത്. ഗ്യാസ് സമരം ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് ജോലി ഇല്ലാതായത്. അപ്പൊ ഈ ഒരു അവസരത്തില് കമ്മ്യൂണിറ്റിക്ക് ഒത്തിരി അംഗീകാരങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ കൂടി ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്താവണം, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത്, അതെങ്ങനെ ആവണം എന്നാണ് ചേച്ചിക്ക് പറയാനുള്ളത്? എന്താ പറയുക, സാധാരണ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തൊഴിൽ തന്നെയാണ്, ജോലി തന്നെയാണ് വേണ്ടത്. സർക്കാർ തൊഴിൽ പദ്ധതികൾ കൊണ്ടുവരിക മുമ്പോട്ട്, അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സർക്കാർ ഇപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലാത്തവരും ഇപ്പം ഞാനടങ്ങുന്ന നമ്മൾ പോലും എല്ലാവരും സർക്കാർ ജോലിക്കാരല്ല. പക്ഷേ ഈ എല്ലാ മേഖലയിലും ഇപ്പോഴും അംഗീകരിച്ചു എന്ന് എത്ര പറഞ്ഞാലും ചേച്ചിക്ക് എല്ലായിടത്തും ചെന്നാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. പൊതുവെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തന്നെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ട്രാൻസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ട്രാൻസിന് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ എവിടെയെങ്കിലും ഒന്ന് കിട്ടിപ്പോയാൽ തന്നെ അവിടെ നേരിടുന്ന ഹാരാസ്മെൻറ്റുകൾ അതിനൊന്നും കണക്കില്ല. കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാം. പക്ഷെ എന്താ പറയുക, പക്ഷെ ഇപ്പോൾ ആൾക്കാർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും കൂടുതലും ഹരാസ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അബ്യൂസുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ മുമ്പോട്ട് പോകാം.
അല്ലെങ്കിൽ എന്താ ഡ്രോപ്പ് ഔട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് ജോലിയായാലും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ട്രാൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പൂർണ്ണമായിട്ടൊരു സ്ത്രീയായി മാറുക. ചേച്ചി സർജറി കഴിഞ്ഞതാണോ? അല്ല, ഞാൻ സർജറി കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സർജറി ചെയ്യാൻ? ഈ സർജറി ചെയ്യണമെന്നൊക്കെ ആദ്യ കാലത്തൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ആ ഒരു കൺഫ്യൂഷനായി. കാരണം നമുക്ക് അടുപ്പമുള്ള പലരുടെയും ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഈ സർജറി എന്ന് പറയുന്നത് ഒരു 100% ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു 50-50 എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും എന്താ പറയുക ആ സർജറിയുടെ ഒരു ഫലം എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി സൈഡ് എഫക്ട്സും കാര്യങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ചാനലുകളിലൂടെ പോലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതോ ഒരു കുട്ടി എന്താ പറയുക അണ്ടർ സർജറി ചെയ്ത ശേഷം ആ ഹോൾ അടഞ്ഞിട്ട് സെഫ്റ്റി പിൻ അല്ലെങ്കിൽ കമ്പ് പോലത്തെ എന്തോ കുത്തിയിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ചെയ്തിട്ട് ജീവിച്ച ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം പലരും പുറത്തേക്ക് സത്യങ്ങൾ തുറന്ന് പറയത്തില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ശരീരവും മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പം അവരത് ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായിരിക്കും പൈസ ഉണ്ടാക്കുന്നത്. അതിനുള്ള പൈസ സ്വരുക്കൂട്ടുന്നത്. ഇതെല്ലാം കൊണ്ടും ചെയ്ത ശേഷം അത് ആ ഓപ്പറേഷൻ വിജയിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ ജീവിതം? അതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു 100% ഒരു വിജയമുള്ളൊരു സർജറി ആയിട്ട് ഞാൻ കാണുന്നില്ല ഈ സെക്സ് റീഅസൈൻമെന്റ് സർജറി എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഇപ്പം സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ടോ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതെനിക്ക് പൂർണ്ണമായിട്ടാവാൻ പറ്റിയില്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ചെയ്യാതിരിക്കുക, ചെയ്യണം തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ ഇപ്പം പലരുടെയും ലൈഫ് ഇങ്ങനെ കണ്ട ശേഷം അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ അറിയുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പം ചെയ്യുമായിരിക്കാം, ഉറപ്പില്ല. എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. ചേച്ചി ഒട്ടും ഇപ്പം നമ്മളിപ്പം ഇന്റർവ്യൂവിന് മുൻപ് സംസാരിച്ചപ്പോൾ പോലും ഇപ്പോഴാണെങ്കിലും ഒരു എന്താ പറയാ എവിടെയും ഒട്ടും തളരാതെ നല്ല ഭംഗിയായി തന്നെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത്. പക്ഷെ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ ലോകത്തെ. നമുക്ക് എന്താ പറയുക, ഒരു മനുഷ്യനും 100% പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുക, അവരോട് ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം പ്രധാനമായിട്ടും ട്രാൻസിനെ കാണുമ്പോൾ ആളുകൾക്ക് എന്താ ഒരു നികൃഷ്ട ജീവി അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ചില തുറിച്ച് നോട്ടങ്ങൾ, ചില കമൻ്റ് അടികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ തുറിച്ച് നോട്ടം ആദ്യം ഇല്ലാതാക്കുക. നമ്മൾ കാണുമ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ ജസ്റ്റ് പരിചയമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു സ്മൈല്, അതാണ് ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റാത്ത വലിയ ഗിഫ്റ്റ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ പുറത്തൊക്കെ പോകാറുണ്ട്. ലുലു മാള് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവില്, സുഭാഷ് പാർക്ക് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഒക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പം കൂടുതലും പെൺകുട്ടികളൊക്കെ ആയിരിക്കുമേ ഭയങ്കര സ്നേഹത്തോടെ വന്ന് സംസാരിക്കാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും അവർക്കൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കാം അത് സെൽഫിയൊക്കെ എടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ, പുരോഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക അക്സെപ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ, എറണാകുളത്ത് നമുക്ക് ട്രാൻസിന് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. എന്തുകൊണ്ടും പിന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലേക്കൊക്കെ പോകണം. അവിടെയൊക്കെ ബാംഗ്ലൂരിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അവിടെ നല്ല നമ്മൾ അവനവൻ്റെ കാര്യം നോക്കി പോകുന്നു. നമ്മളെയൊന്ന് മൈൻഡ് ചെയ്യാൻ പോലും നോക്കാനും പോലും ആർക്കും നേരമില്ല. അതാണ് ഏറ്റവും നല്ലത്. അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോ ഒരുപാട് സമൂഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? ഈ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും ഇപ്പൊ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ ഇപ്പോഴും വരുന്ന പല കമന്റ്സ് ഉണ്ട്. കുണ്ടൻ,
പിന്നെ പറയാൻ പറ്റില്ല, അത്തരത്തിലുള്ള ഒരുപാട് വാചകങ്ങൾ. ചേച്ചിക്ക് അങ്ങനെ കമന്റ്സ് വരാറുണ്ട്? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴൊന്നും അങ്ങനെ വരുന്നില്ല, പണ്ടൊക്കെ വരുമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ നമ്മളെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധമില്ലാത്ത ആളുകളൊക്കെ ഉള്ള സംഭവമുണ്ട്. ഇപ്പം പിന്നെ ആൾക്കാർക്ക് വിവരം വെച്ചെന്ന് പറയാം. എങ്കിൽ പോലും വളരെ മോശമായിട്ടാ തീർച്ചയായിട്ടും സംസാരിക്കുന്നത്. ഇതിപ്പോ എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ പറയാം, ഒരു 4-5 വർഷം മുൻപ് വരെ ഞാനും ഇതേപോലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരിയായിരുന്നു. ഞാനും വിചാരിച്ചു വെച്ചിരുന്നത് ഒരാളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുൻപാ ഞാൻ അറിയുന്നേ ഈ ട്രാൻസ് വുമൺ എന്നതിന് പുറമെ ട്രാൻസ് മെൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒരു 5 വർഷം മുൻപാ. ഈ ട്രാൻസ് വുമൺ എന്ന് പറയുന്നതിനെ ഞാൻ കണ്ടിരുന്നത് ഒരു വേഷം കെട്ടി നടക്കുക, ഇതിങ്ങനെയല്ല, എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്ന ആണല്ലേ, ആണായിട്ട് നടന്നാൽ പോരെ, ചാന്തുപൊട്ട്, ഈ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചേച്ചി എന്തുവായിരുന്നു ചേച്ചിയുടെ സീരീസിന്റെ പേരിന്റെ, ഞാൻ മറന്നുപോയി. ആൺമെയ് പെൺമനം എന്നായിരുന്നു. അത് തന്നെ, അതായിരുന്നു ആൺമെയ് പെൺമനം. അതൊരിക്കലും എന്തായിരിക്കും എനിക്കറിയാൻ പറ്റില്ല. എങ്കിൽ പോലും ഞാൻ ചോദിക്കുക, ഞാനൊരാണാണ് പക്ഷെ എനിക്കതിന് പറ്റുന്നില്ല. അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ എന്താണ് ശരിക്കും? ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ആയിരുന്നു. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് വിങ്ങുകയാണ്, ഞാനിതല്ല എന്നുള്ള രീതിയിൽ മനസ്സിലിങ്ങനെ വിങ്ങുക. അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ചാടുക എന്നുള്ള ഒരു ഇതാണ് ആ ഒരു സമയത്ത് നമുക്ക് തോന്നുക. പക്ഷെ ആരോട് തുറന്ന് പറയും? ആരോട് പറഞ്ഞ മറ്റുള്ളവർ നമ്മളെ എന്തായാലും വഴക്ക് പറയുക അല്ലെങ്കിൽ കളിയാക്കിയേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ആരും കൂടെ നിൽക്കത്തില്ല. അന്നത്തെ വർഷങ്ങൾക്ക് 10 വർഷം അല്ലെങ്കിൽ 12 വർഷം മുമ്പുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയല്ല. നമ്മളൊരു കോമാളിയായിട്ട് തന്നെ കാണത്തുള്ളൂ അവർ, അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇപ്പം കരുതുന്നു. അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോഴാ ഒരു നിസ്സാര കാര്യത്തിന് പോലും സൂയിസൈഡ് ചെയ്യുന്നവരെ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നുന്നു. കാരണം നിങ്ങളെല്ലാം അനുഭവിച്ചു വന്ന ജീവിത സാഹചര്യം അതെല്ലാം വളരെ വലുതാ. ഇപ്പോ ഞാൻ പോലും ഇടയ്ക്ക് എനിക്ക് ആരും ഇല്ല, പക്ഷെ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ പോലും ഇടയ്ക്ക് എനിക്ക് ആരും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചേച്ചിയെ കാണുമ്പോൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമേ ചേച്ചിക്ക് ബന്ധുക്കളുള്ളൂ, കൂടെ ആരുമില്ല. സത്യം. ഫ്രണ്ട്സ് ആയാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് കൂടെ കൂട്ടാൻ പറ്റുമോ? ഇല്ല. എനിക്ക് അധികം സുഹൃത്തുക്കളില്ല. വിരലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ എനിക്ക് സുഹൃത്തുക്കൾ. കാരണം എന്നെ അത്രത്തോളം കെയർ ചെയ്ത് ചേർത്ത് പിടിക്കുന്ന വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ കാണുന്നവരൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോളോവേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. സുഹൃത്തുക്കളായി വന്ന് പറ്റിക്കാൻ നോക്കിയിട്ടുള്ള, അതായത് ഫിസിക്കലി ആ ഒരു രീതിയിൽ ഫ്രണ്ട്സ് ആയി വന്ന് പറ്റിക്കാൻ നോക്കിയാലുണ്ടോ? അത് വളരെ കുറച്ച് പേര് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെയും വന്നിട്ടുണ്ട്. നമ്മളെ ആദ്യം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും, പിന്നെ കെയർ ചെയ്യുന്ന പോലെ കാണിക്കും, പിന്നെ അവരുടെ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മളൊന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടും എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ആലോചിക്കുമായിരുന്നേ, ഒരു പെണ്ണായതുകൊണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. അപ്പോ നിങ്ങൾക്ക് എന്തോരം അനുഭവിക്കേണ്ടി? തീർച്ചയായിട്ടും. പെണ്ണായിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ പേടിയെങ്കിലും ഉണ്ടാവും, ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളൊരു പേടിയെങ്കിലും ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്ക് അതുപോലും ഇല്ല. ഒരു ഞാണിൽമേ കളിയാണ് ജീവിതം. നമ്മൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം. ശരിക്കും ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ജീവിതം തന്നെയാണോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത്. നമ്മൾ തമ്മിൽ ചെറുതായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ബുക്ക് വായിച്ചായിരുന്നു, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞു. അതിൽ ആ ഒരു ക്യാരക്ടർ ശരി മല്ലി, അതിൽ ആ ഒരു ക്യാരക്ടറിന്റെ കുട്ടിക്കാലം പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ചൈൽഡ്ഹുഡിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരാളിൽ നിന്ന് മാത്രമാണ്. അതെ. പിന്നെ
+2 പഠിക്കുന്ന സമയത്ത് ബോയ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ, എല്ലാവരുടെയും ഒന്നുമില്ല, 1-2 പേരുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ മോശമായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അങ്ങനത്തെ ഇൻസിഡന്റുകൾ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് അതിൽ പറയുന്നത്. ചേച്ചിക്ക് അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് 9ാം ക്ലാസ് അല്ലെങ്കിൽ +2 വെച്ചാണ് എനിക്ക് അബ്യൂസുകൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അതിലും ചെറുപ്പത്തിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ മൈൻഡ് ഇങ്ങനെയാണ് എൻ്റേത്. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ അത് എനിക്കറിയില്ല എന്താണെന്ന്. എനിക്ക് മാത്രമേ ഉള്ളൂ ദൈവമേ ഇങ്ങനെ ഒരു മൈൻഡ് എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാനെന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ, എനിക്ക് മറ്റു ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളോട് അഫെക്ഷനോ അട്രാക്ഷനോ ഒന്നും തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ആൺകുട്ടികളോട് എനിക്ക് അട്രാക്ഷൻ തോന്നുന്നു. എന്താണ് ഞാൻ ഇങ്ങനെ ആ സമയം? അങ്ങനെ ആരോടെങ്കിലും അട്രാക്ഷൻ തോന്നി അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ആരോടാ? ആൺകുട്ടികളോട് ഇല്ല. അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ക്രഷൊക്കെ തോന്നുന്നു പറയല്ലേ, അതുപോലൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാത്ത അങ്ങനെ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു 22 വയസ്സ് ഒക്കെ ആയപ്പോഴാണ് ഞാൻ തുറന്നു പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. അത് ക്രഷ് തോന്നിയിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരോട്. അല്ലാതെ ഫീമെയിൽ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും അഫയർ ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും? ഇല്ല. ഫീമെയിൽസിനോട് എനിക്ക് എപ്പോഴും എൻ്റെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂട്ടുകാരികൾ എന്നുള്ള രീതിയിൽ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് പല പെൺകുട്ടികളും അവർ കംഫർട്ടബിൾ ആണ് എൻ്റെ അടുത്ത്. എനിക്ക് അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടി പ്രധാനമായിട്ടും ജോലി തന്നെയാണ് നോക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തൊരു വരുമാന മാർഗം ഉണ്ടാക്കി അതിലൂടെ ജീവിക്കണം. ഒരുപാട് വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കൊച്ചു വീട് വെക്കണം. ആരും ഇപ്പം റെന്റിൽ ജീവിക്കുന്ന പോലെ ആരും ഇറക്കി വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്ത രീതിയിൽ ജീവിച്ചു പോകണമെന്നാണ് ആഗ്രഹം. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ അതിനു വേണ്ടിയിട്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു.